വലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽ ഹിജാസിൻ്റെ ഹോളിലാൻഡ് ടൂറിൽ ബൈത്തുൽ മുഖദ്ദസ് സന്ദർശനം പൂർത്തിയാക്കി നമ്മളിപ്പോൾ ഈജിപ്തിലേക്ക് പ്രവേശിച്ച് അതിർത്തിയായ താബക്ക് സമീപത്തുള്ള തുലിപ്പ് ഇൻ്റർനാഷണൽ ഹോട്ടലിൻ്റെ ബീച്ചിൽ ചെങ്കടലിൻ്റെ തീരത്താണുള്ളത്. മനോഹരമായ കാഴ്ച നോക്കൂ. ചെങ്കടലിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. അറേബ്യൻ ഉപദ്വീപിനും ആഫ്രിക്കയ്ക്കുമിടയിൽ ഉള്ളിലേക്ക് തള്ളി നിൽക്കുന്ന ഒരു കടലാണിത്. ഇതിൻ്റെ കൂടിയ നീളം 2250 കിലോമീറ്റർ, വീതി 355 കിലോമീറ്റർ, ഉപരിതല വിസ്തീർണം 4,38,000 കിലോമീറ്റർ സ്ക്വയർ. ഇതിൻ്റെ ആഴം ശരാശരി 490 മീറ്റർ ഉണ്ട്. ഏറ്റവും കൂടിയ ആഴം 2211 മീറ്ററാണ്. ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ ഒരു ശാഖയാണ് യഥാർത്ഥത്തിൽ ചെങ്കടൽ. ഈ കടലിൻ്റെ വടക്കേ അറ്റം പിളർന്ന്, അഥവാ ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ വടക്കേ അറ്റം രണ്ടായി പിളർന്ന് അക്കബ ഉൾക്കടലും സൂയസ് ഉൾക്കടലും ഉണ്ടാക്കുന്നു. ഇവയ്ക്കിടയിലാണ് സീനായ് മരുഭൂമി കിടക്കുന്നത്. നേരിട്ട് ചെങ്കടൽ ഏദൻ ഉൾക്കടലുമായി ബന്ധിപ്പിക്കുന്നുണ്ട്. അത് ഇന്ത്യൻ മഹാസമുദ്രവുമായി ബന്ധിക്കുന്നു. അറേബ്യൻ സീ ഈസ് എ പാർട്ട് ഓഫ് ഇന്ത്യൻ ഓഷ്യൻ എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. ജലം കടുത്ത പച്ച കലർന്ന നീല നിറത്തിലാണ്. എങ്കിലും ഇതിന് ചെങ്കടൽ അഥവാ റെഡ് സീ എന്ന് പറയാൻ കാരണം ഈ കടലിൽ ജലത്തിലെ ട്രെക്കോഡസ്മിയം എരിത്രിയം എന്ന ഒരു ആൽഗ അത് ചത്തൊടുങ്ങുമ്പോൾ ചുവന്ന നിറം കാണാം. അതുകൊണ്ടാണ് ഇതിന് റെഡ് സീ അഥവാ ബഹറുൽ അഹ്മർ എന്ന് പറയുന്നത്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഫിർഔനിൽ നിന്ന് രക്ഷപ്പെട്ടുകൊണ്ട് അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരം വടികൊണ്ട് ഈ ചെങ്കടലിൽ അടിച്ചുകൊണ്ടാണ് ചെങ്കടൽ പിളർന്നാണ് രക്ഷപ്പെട്ടത്. ആ സ്ഥലം നമ്മൾ പോകുന്ന വഴിക്ക് നമുക്ക് കാണുവാൻ കഴിയും. ഈ ചെങ്കടലിൻ്റെ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആ ഭാഗം അത് ജോർഡാൻ്റെ ഭാഗമാണ്. ജോർഡാൻ്റെ അക്കബ തുറമുഖം നിൽക്കുന്ന ഭാഗമാണത്. ഈ അക്കബ തുറമുഖം നിൽക്കുന്ന ആ സ്ഥലമാണ്. ഏകദേശം ഒരു 7 കിലോമീറ്ററിലധികം സഞ്ചരിച്ചാൽ അവിടെ എത്താൻ കഴിയും. അതേസമയത്ത് നേരെ നമ്മൾ കാണുന്ന ആ ഭാഗം സൗദി അറേബ്യയാണ്. സൗദി അറേബ്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഹക്കിൽ ഭാഗമാണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്. ചരിത്രപ്രസിദ്ധമായ ഒരു പ്രദേശത്താണ് ഇപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക. തബൂക്കിൻ്റെ ഭാഗമായ ഹക്കിൽ എന്ന പ്രദേശം, ഇവിടെ നിന്നും അങ്ങോട്ട് സഞ്ചരിച്ചാൽ ഏകദേശം 40 കിലോമീറ്റർ സഞ്ചരിക്കുമ്പോഴേക്കും ആ കരയിൽ എത്താൻ കഴിയും. ഇത് യഥാർത്ഥത്തിൽ 3 രാഷ്ട്രങ്ങളുടെ ഒരു സംഗമ പ്രദേശവും കൂടിയാണ്. വലതുവശത്ത് നമ്മൾ കാണുന്ന ഈജിപ്തിലെ താബ, നേരെ കാണുന്നത് സൗദി അറേബ്യയുടെ ഹക്കിൽ എന്ന് പറയുന്ന ഭാഗം അഥവാ തബൂക്കിൻ്റെ ഭാഗം, ഈ ഭാഗത്ത് കാണുന്നത് അഖബ എന്ന് പറയുന്ന ജോർഡാൻ്റെ ഭാഗം. വളരെ മനോഹരവും ചരിത്രപ്രസിദ്ധവുമായ ഒരു സ്ഥലത്താണ് നമ്മൾ എത്തിയിരിക്കുന്നത്. വളരെയധികം മനോഹരമായ ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.